ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഓണം പോസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. വെറും ഓണം പോസ്റ്ററല്ല, കൂലി മൂവിയുടെ പോസ്റ്ററായിട്ട് ഇൻസ്പയർ ആയ ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരിക്കലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മളാദ്യം ഫോട്ടോഷോപ്പിൽ 1350 ഹൈറ്റും 1080 വിഡ്ത്തും ഉള്ളൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി തന്നെ നിർത്തുക. ഇനി ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു മെക്കാനിക്കൽ വാച്ചിൻ്റെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞ് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലറിനകത്ത് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആഡ് നോയ്സും കൂടെ കൊടുക്കുക. ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സൈഡെല്ലാം ജസ്റ്റ് ഒന്ന് ഫേഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക. ബാക്ക്ഗ്രൗണ്ടിൻ്റെ പരിപാടികൾ നമ്മൾ ഏകദേശം തീർത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഫോർഗ്രൗണ്ടിലെ മാവേലിയെ കൊണ്ടുവരാണ്. ഞാൻ ഈ കൊണ്ടുവന്ന മാവേലിയുടെ പടം ജെമിനി വഴി ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ പടത്തിനൊരു പ്രശ്നമുണ്ട്. ഇത് കണ്ട M4 ജിയോ മച്ചാൻ്റെ വിട്ടിരിക്കുക. വേറൊരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വിജയ് സേതുപതിയുടെയും വിട്ടിരിപ്പുണ്ട്. ഇതൊന്നും എൻ്റെ കുഴപ്പമില്ല. ദിസ് ഈസ് AI മാജിക്. എനിവേ, നമ്മൾ മാവേലിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മാവേലിയുടെ ബാക്കിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് പോലെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവേലിയും സീറ്റും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. അടുത്തായിട്ടും കുറച്ചൊരു ഹൈലൈറ്റ് വർക്ക്സ് ആണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയറിൽ ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലെയർ മാസ്കിൽ ചെന്നിട്ട് മാവേലിയുടെ കിരീടം, ചെങ്കോല്, മാല, കമ്മല്, വള, മോതിരം ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക. അതായത് മാസ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന്റെ ഒറിജിനൽ കളറായ ഗോൾഡ് വിസിബിൾ ആയി വരുന്നത്. ലെയർ മാസ്കിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നതാണ്. അടുത്തായിട്ട് ഈ ഓർണമെന്റ്സിനെല്ലാം ഒരു ഗോൾഡൻ ഗ്ലോ കൊടുക്കാൻ വേണ്ടി ഒരു സോളിഡ് കളർ ലെയർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതും മാസ്ക് ചെയ്തിട്ട് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക. പെയിന്റ് ചെയ്യുമ്പോൾ ഫ്ലോ വളരെ കുറച്ചിടാൻ ശ്രമിക്കും. അടുത്താണ് നമ്മുടെ പോസ്റ്ററിന്റെ മെയിൻ സംഭവം, ദ കൂലി ടൈറ്റിൽ, അഥവാ നമ്മുടെ ഇവിടെ ഓണം ടൈറ്റിൽ. അത് നമ്മൾ കൂലിയുടെ ടൈറ്റിൽ ഡിസൈൻ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു എലിപ്സ് വരയ്ക്കുക. ശേഷം അതിന് ഗോൾഡൻ ഗ്രേഡിയൻ കളർ കൊടുക്കുക. അതിനൊരു ടെക്സ്ചർ ആഡ് ചെയ്യുക. ടെക്സ്ചർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു റസ്റ്റഡ് സ്റ്റീലിൻ്റെ ടെക്സ്ചർ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു ലെയർ മാസ്ക് ആഡ് ചെയ്തിട്ട് കൺട്രോളായി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഹൈഡ് ആവുകയാണ്. അതിനുശേഷം എലിപ്സ് ലെയറിൻ്റെ തംബ്നെയിലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എലിപ്സിന്റെ ഷേപ്പിലേക്ക് സെലക്ട് ആവുന്നത്. എന്നിട്ട് വീണ്ടും ടെക്സ്ചർ ലെയറിലെ മാസ്ക് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് ബ്രഷാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം ടെക്സ്ചർ പെയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടെക്സ്ചർ ജസ്റ്റ് പെയിന്റ് ചെയ്തിട്ട് മാത്രം പോരാ, അതിനെ ഒന്ന് ബ്ലെൻഡ് ആക്കാൻ വേണ്ടി ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് ഓവർലേ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ബ്ലെൻഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസും ഡെപ്തും ഷാഡോസും ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കൂലി ടൈറ്റിലിന്റെ ബാഡ്ജ് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഓണം എന്നെഴുതിയ ഒരു ടെക്സ്റ്റ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. മലയാളം എങ്ങനെ ഫോട്ടോഷോപ്പിൽ ടൈപ്പ് ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. നമ്മൾ അതിൻ്റെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട കളറും കാര്യങ്ങളും ഒക്കെ ടെക്സ്റ്റിന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ആ കോപ്പി എടുത്ത ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് രാസ്റ്ററൈസ് ലെയർ കൊടുക്കുക. കൺട്രോൾ T ക്ലിക്ക് ചെയ്ത് വാർപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൂലി എന്നുള്ള ടെക്സ്റ്റിൻ്റെ രീതിയിലേക്ക് അലൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ ടൈറ്റിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു റഫ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഓൾഡ് ഫിലിം ഗ്രെയിൻ എഫക്റ്റ് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു പടം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് സ്ക്രീനാക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റിയും കൂടെ ഒന്ന് കുറച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കോമ്പോസിഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കളികളുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമറ റോ ഫിൽറ്ററിലാണ്. ക്യാമറ റോ ഫിൽറ്ററിൽ കുറച്ച് പരിപാടികൾക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റർ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ കീപ് ലേണിംഗ്, സ്റ്റേ സേഫ്, ഹാപ്പി ഓണം.